ചെല്ലാനം ഹാർബറിൽ തീപിടുത്തം, ഫൈബർ വള്ളങ്ങൾ നശിച്ചു. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഇപ്പോൾ തീ ഒരുമാതിരി നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ടോമി ദിനേശ് വിവരങ്ങൾ നൽകും. ടോമി, വലിയ തീപിടുത്തമാണ് ഉണ്ടായത് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണോ? വിവരങ്ങൾ. ഭവ്യ, എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ആളപായമൊന്നുമില്ല എന്ന് ഉള്ളത് തന്നെയാണ് ഏറെ ആശ്വാസമായിട്ടുള്ളത്. വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഈ ഫൈബർ വള്ളങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന ഇടത്ത് വെച്ച്, അതായത് അതിന് സമീപത്ത് വെച്ച് ആ പ്രദേശവാസികളിലായിട്ടുള്ള ചില കുട്ടികൾ അവിടെ ചവറ് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ നിന്നും തീ പെട്ടെന്ന് ഈ ഫൈബർ വള്ളങ്ങളിലേക്ക് പടരുകയും അവിടെ ഉണ്ടായിരുന്ന വള്ളങ്ങളെല്ലാം തന്നെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അവയിലേക്കെല്ലാം തീ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. സമയത്ത് തന്നെ ചില മത്സ്യത്തൊഴിലാളികൾ ഫൈബർ ബോട്ടിന്റെ സമീപത്തൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, വള്ളങ്ങളുടെ സമീപത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ തീ പടരുന്നത് കണ്ട് അവർ അവിടുന്ന് വേഗം ഓടി രക്ഷപ്പെടുകയും ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയും ചെയ്തു. ഈ പറയുന്ന സമയം കൊണ്ട് തന്നെ ഈ വള്ളങ്ങളിലെല്ലാം തീ ആളിപ്പടരുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഭയാനകമായിട്ടുള്ള ദൃശ്യം തന്നെയാണ് ഈ വള്ളങ്ങൾ കത്തുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ആളപായമില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നത് നമുക്ക് രാവിലെ മാത്രമേ അത് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ദൃക്സാക്ഷികളും അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളും പറയുന്നതനുസരിച്ച് നിരവധി ഫൈബർ വള്ളങ്ങൾ കത്തി നശിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. കുറച്ച്, അതായത് ചില മത്സ്യത്തൊഴിലാളികൾ മാത്രമായിരുന്നു ഈ വള്ളങ്ങളുടെ സമീപത്തുണ്ടായിരുന്നത്. അവർ പെട്ടെന്ന് തന്നെ സ്ഥലത്ത് നിന്ന് ഈ തീ പടരുന്നത് കണ്ട് അവിടെ നിന്ന് മാറുകയും ഫയർഫോഴ്സിനെ വിളിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് വലിയ ആശ്വാസമുണ്ടായത്. സമീപ പ്രദേശങ്ങളിലുള്ളവരെയൊക്കെ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഭവ്യ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തീ ഒരുമാതിരി നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ബ്രാഞ്ച്